ഇത്തരത്തിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്രെയിൻ പോലെയുള്ള സംവിധാനമാണ്. അതിലാണ് ഇവരെ മുകളിലേക്ക് എത്തിച്ച് അവിടെയാണ് ഈ ഭക്ഷണം നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണോ ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ താഴെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? അത് അവിടെ ഉണ്ടായിരുന്നോ? ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇടുക്കി ആനച്ചാലിൽ, മൂന്നാറിലേക്ക് പോകുന്ന വഴി ആനച്ചാലിലാണ് ഇത്തരം ഒരു സംവിധാനം പുതിയതായി അവർ രൂപപ്പെടുത്തിയ ഒരു ഹോട്ടൽ ഉടമകൾ നടത്തിയ ഒരു പുതിയ ഐഡിയ എന്ന നിലയിലാണ് അവരത് വലിയ പരസ്യമൊക്കെ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടെ വിനോദസഞ്ചാരികളുള്ള ആളുകൾ ഇതിൽ വരികയും ഇത്തരത്തിൽ സ്കൈ ഡൈനിങ് എന്ന സംവിധാനം ഉപയോഗിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കൂടി പ്രവർത്തിച്ചിരുന്ന സംവിധാനമാണ്. പക്ഷേ അതിൽ എന്ത് തകരാർ സംഭവിച്ചു എന്നുള്ളത് ഇനി സാങ്കേതികമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇത് താഴത്തേക്ക് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ക്രെയിനിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറാണ്. അതിലുണ്ടായ തകരാറിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഈ ഹോട്ടൽ അധികൃതർ നൽകുന്ന വിശദീകരണം. അതിന് വേണ്ട ടെക്നീഷ്യന്മാരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള സമയം എടുത്തുകൊണ്ട് തന്നെ അത് താഴേക്ക് അവർക്ക് അപകടമില്ലാതെ തന്നെ അവരെ താഴേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും അവരെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കുന്നതിനായുള്ള ടെക്നീഷ്യൻസ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതല്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ട അടിയന്തര രക്ഷാപ്രവർത്തന നടപടികൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ വേണ്ട 1.5 മണിക്കൂറായി ഇത് ഇപ്പോഴും അവരവിടെ കുടുങ്ങിയ നിലയിലാണ് ഒരു കുടുംബമുള്ളത്. മലപ്പുറത്തു നിന്നെത്തിയ 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളടങ്ങുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ കുടുംബമാണ് ഇപ്പോൾ അവിടെ കുടുങ്ങിയിട്ടുള്ളത്. അവിടെ ഈ കുടുംബത്തോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാരുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇത്രയും പേരാണ് ഇപ്പോൾ ഈ ആകാശത്ത് കുടുങ്ങിയ നിലയിലുള്ളത്. ഈ ആകാശ ഡൈനിങ് ഹാളിൽ കുടുങ്ങിയതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഉടൻ തന്നെ ഇവരെ താഴത്തേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. അതിനുശേഷം ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറാണെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് ഈ ഹോട്ടൽ ഉടമകൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെയും അവർ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെയും വരുന്ന മണിക്കൂറിൽ അവർ വിശദീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തകരാർ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചിട്ടും ഇത്രയും 1.5 മണിക്കൂർ നേരം അവരവിടെ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവരോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ കുടുംബത്തിലെ 4 പേരും അതോടൊപ്പം തന്നെ 2 കുട്ടികളും അടക്കമുള്ള 4 പേരും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാരുമാണ് ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. അവരെ താഴത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. എത്രയും വേഗം അവരെ താഴേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഹോട്ടൽ അധികൃതർ നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അതിനുവേണ്ട സംവിധാനങ്ങൾ നടത്തുകയാണ്. വലിയ ഉയരത്തിലാണ് ഇത് പൊങ്ങി ഈ ഹൈഡ്രോളിക് സംവിധാനം വഴി ക്രമീകരിക്കുന്നുള്ളത്. അതൊരു പുത്തൻ ആശയം എന്ന നിലയിലാണ് അത്തരത്തിലുള്ള സംഭവം കൊണ്ടുവന്നത്. സ്കൈ ഡൈനിങ് അല്ലെങ്കിൽ ആകാശത്തിരുന്ന ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു പുതിയ സാങ്കേതികവിദ്യ എന്ന നിലയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്ത് തകരാർ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവർ പറയുന്ന പ്രാഥമികമായി ഇതിന്റെ ക്രെയിനിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ വന്ന പിഴവാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഇവർ താഴത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്റ്റക്കാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സാങ്കേതിക പ്രവർത്തകർ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവരെ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി താഴത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇടുക്കി ആനച്ചാലിലാണ് സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. 5 പേരടങ്ങുന്ന കുടുംബമാണ് കുടുങ്ങിയിരിക്കുന്നത്. അതിൽ 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളും ഇതിൽ കുടുങ്ങിയ ആളുകളിൽ പെടുന്നു എന്നുള്ളതാണ്. സ്കൈ ഡൈനിങ് സംവിധാനം ഒരു റെസ്റ്റോറൻ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അവർ 1 മാസമായി ഇവിടെ ആരംഭിച്ചിട്ട് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് ഇപ്പോൾ ഇത് കുടുങ്ങാൻ കാരണമായിരിക്കുന്നത്. ഹൈഡ്രോളിക് സാങ്കേതിക തകരാറാണ് ഈ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് എന്നുള്ളതാണ്. 2 മണിക്കൂറായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഫയർഫോഴ്സ് അടക്കം എത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇടുക്കി മുന്നാറിന് സമീപം ആനച്ചാലിലാണ് ഈ സ്കൈ ഡൈനിങ് എന്നുള്ള ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. 1 മാസമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ഇത് അത്തരത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇന്നിപ്പോൾ കുടുങ്ങിയത് എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ അടക്കം ഇത്തരത്തിൽ ഒരു സ്കൈ ഡൈനിങ് പോലെ എത്രയും മുകളിലേക്ക് എത്തിക്കുമ്പോൾ വേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തോ എന്നുള്ളത് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമാണ്. കൃത്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അവർ
അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യമാണ്. അല്പസമയത്തിനകം തന്നെ അവരെ താഴെ എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അവരെ താഴെ നിന്നും ആളുകൾ ബന്ധപ്പെട്ടു, ഫോണിലടക്കം ബന്ധപ്പെട്ടു. അവരവിടെ സുരക്ഷിതരായി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്പസമയത്തിനകം അവരെ താഴെ ഇറക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ അവിടെ നടക്കുകയാണ്. ഇടുക്കി ആനച്ചാലിലാണ് ഈ ഒരു സ്കൈ ഡൈനിങ് സംവിധാനം ഉള്ളത്. റെസ്റ്റോറന്റ് അധികൃതരുടെ അവരുടെ ജീവനക്കാരും ഈ ഒരു ഇതിൽ കുടുങ്ങിയ ആളുകളിൽ പെടുന്നു എന്നുള്ള വിവരം കൂടി ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. ആൽവിൻ, എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഫയർഫോഴ്സ് അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അക്കാര്യത്തിൽ അധികൃതർ എന്താണ് പറയുന്നത്? കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിരവധി ആളുകൾ ഈ സംഭവം അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ നടത്തണമെങ്കിൽ ഇതിന് സാങ്കേതികമായി അറിവുള്ളവർ വേണം. സാങ്കേതികമായി ഇതിനകത്ത് പരിഹാരം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണേണ്ടവരാണ് അവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അവരെ താഴേക്ക് ഇറക്കുന്നതിന് വേണ്ട നടപടികളാണ് എത്രയും വേഗം സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികളാണ് നമുക്ക് നടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പ്രദേശത്തുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. ഈ കുടുംബത്തെ അവിടെ നിന്ന് താഴത്തേക്ക് ഈ സ്കൈ ഡൈനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭക്ഷണശാലയിൽ നിന്ന് താഴേക്ക് ആ വലിയ ഉയരത്തിൽ നിൽക്കുകയാണ്. വലിയ ഉയരത്തിലാണ് ഏതാണ്ട് ഉള്ളത്. ഏതാണ്ട് 500 അടിക്ക് മുകളിൽ ഉയരത്തിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് താഴേക്ക് അവരെ എത്രയും വേഗം സുരക്ഷിതമായി ഇറക്കുന്നതിന് വേണ്ട നടപടികൾ ആണ് സ്വീകരിച്ചു വരുന്നത്. ആ നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഈ ഹോട്ടൽ ഉടമസ്ഥരടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് വേണ്ട ആളുകൾ അവിടെയുണ്ട്. ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും ഇത്തരത്തിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് 2 കുട്ടികളാണുള്ളത്. നമ്മളൊരു ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഇത്തരത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്നറിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ ഭയപ്പാട് ഉണ്ടാകുക. ആ കുടുംബത്തിന് അത്തരത്തിലൊരു ചെറിയ ഭയപ്പാട് ഉണ്ട് എങ്കിൽ പോലും അവരെ സുരക്ഷിതമായി താഴേക്ക് ഇറക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവര് ഈ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് ഈ പുത്തൻ ആശയമായി ഇവർ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ 1 മാസമായി ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു കുടുംബം മലപ്പുറത്ത് നിന്ന് വിനോദസഞ്ചാരികൾ അടങ്ങുന്ന കുടുംബം 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബം അവര് ഈ സ്കൈ ഡൈനിങ്ങിനായി അല്ലെങ്കിൽ ആകാശ ഭക്ഷണശാലയിലേക്ക് വരികയും അവര് ഭക്ഷണം കഴിക്കുന്നതിനായി അവിടെ എത്തുകയും ഉയരത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറക്കാൻ നോക്കിയപ്പോഴാണ് ഇതിന്റെ സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളത് മനസ്സിലായത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ആ സാങ്കേതിക തകരാറുണ്ടായത് ഈ ക്രെയിനിനുണ്ടായ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറാണ്. ആ പിഴവ് മാറ്റിയെടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഏതാണ്ട് 1.5 മണിക്കൂറായി അവർ കുടുങ്ങിയ നിലയിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പണിപ്പെട്ട് വേണം ഇതിന്റെ ഒരു തകരാർ മാറ്റിയെടുക്കാൻ എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ അവരെ എത്രയും വേഗം താഴേക്ക് ഇറക്കുന്നതിന് വേണ്ട നടപടികൾ മറ്റേതെങ്കിലും ഒരു ക്രെയിൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഉയരത്തിൽ ഫയർഫോഴ്സിന്റെ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ നിന്ന് അവരെ താഴേക്ക് ഇറക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാധ്യതകൾ കൂടി അവർ പരിശോധിക്കുകയാണ്. അത്രയും വേഗം അവരെ താഴത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തി അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നല്ലെങ്കിൽ താഴത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ പറ്റിയ തകരാറാണ്. കാര്യം ഇത് ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തകരാറിലുണ്ടായ സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡൈനിങ്ങിന് ശേഷം ഇവർ ഭക്ഷണം കഴിച്ച ശേഷം ഒരു കുടുംബം വന്ന് ഭക്ഷണം കഴിച്ച ശേഷം അല്ലെങ്കിൽ അവിടെ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇത് തിരിച്ച് താഴേക്ക് ഇറക്കുമ്പോൾ ഉണ്ടായ സാഹചര്യം അത്തരത്തിലുള്ള ഒരു തകരാറ് ഒരു പിഴവ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തകരാർ മാറ്റുന്നതിന് അതിന്റെ സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ വേണം. എന്നാൽ മാത്രമേ അത് കൃത്യമായി അതിലൊരു തകരാർ പരിഹരിച്ച് എത്രയും വേഗം അവരെ താഴത്തേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളോ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇവരെ അതിന് വേണ്ട നടപടികളിൽ നടത്തി ഉടൻ തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം.